എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയത്തിൽ ഈ വരുന്ന കർക്കിടക മാസം വീട്ടിൽ നിന്നും പുറത്തു കളയേണ്ട ആ ഒരു പ്രധാനപ്പെട്ട വസ്തു, അതായത് ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഏതാണെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ ആ ഒരു വസ്തുവിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, 5 ഉപയോഗശൂന്യമായ വസ്തുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 5ാമത് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ടുള്ള ഉപയോഗശൂന്യമായ വസ്തു. അത് നിങ്ങൾ ഉറപ്പായിട്ടും കളയണം. ബാക്കി 4 വസ്തുക്കൾ അത് നിങ്ങൾ കളയണോ വേണ്ടയോ എന്നുള്ളത് ഇത് കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് യുക്തിയുക്തം തീരുമാനിക്കാം. വാസ്തവത്തിൽ 5 അല്ല 50ഓളം ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഒരു വീട്ടിൽ കണ്ടേക്കാം. എന്നാൽ ഇതിൽ പറയാൻ പോകുന്ന 5 വസ്തുക്കൾ വീട്ടിലിരിക്കുന്നിടത്തോളം കാലം കഷ്ടകാലവും ദുരിതവും ഒഴിയില്ല എന്നതാണ് അറിവുള്ള ആളുകൾ അവരുടെ അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, ഇവിടെ പറയാൻ പോകുന്ന 5 വസ്തുക്കളിൽ ആദ്യം പറഞ്ഞതുപോലെ 4 വസ്തുക്കളും കളഞ്ഞില്ലെങ്കിൽ പോലും 5ാമതും അവസാനത്തേതുമായി പറയുന്ന ആ ഒരു വസ്തു നിശ്ചയമായും നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ കളഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികളുള്ള വീടാണെങ്കിൽ പിന്നെ മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഇതിൽ 5ാമത് പറയാൻ പോകുന്ന ആ വസ്തു നിർബന്ധമായും കളയണം. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യും അങ്ങനെ കളഞ്ഞാൽ. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിൽ പറയാൻ പോകുന്ന ഈ 5 വസ്തുക്കളും കളയണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് കളയേണ്ടി വരുന്നത് എന്നതിനുള്ള ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അല്ലാതെ അത് കളഞ്ഞോ അല്ലെങ്കിൽ ഇത് കളഞ്ഞോ എന്ന് ഞാൻ പറയുമ്പോൾ അത് കേട്ട് നിങ്ങൾ അതെടുത്ത് ഉടനെ കളയേണ്ട കാര്യമില്ല. പകരം ഞാൻ പറയുന്ന മറുപടി തൃപ്തികരമാണെങ്കിൽ മാത്രം നിങ്ങളത് കളഞ്ഞാൽ മതി. പറയാൻ കാരണം, അത് കളയാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി നിങ്ങൾ ഇതിൽ നിന്നും ഒന്നറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത്യാവശ്യവുമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ വരുന്ന 15-ാം തീയതി മൃത്യുഞ്ജയ ഹോമമുണ്ട്. ഇതിനു മുൻപുള്ള വീഡിയോകളിൽ അത് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി എടുത്തു പറയുന്നതാണ്. അതിലേക്ക് പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ടവർ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇടുന്ന വീഡിയോയിലോ തന്നാൽ മതി. ശരി. അപ്പോൾ ഇനി നമുക്ക് കർക്കിടക മാസം 1-ാം തീയതിക്ക് മുൻപ് ഒരു വീട്ടിലെ പഞ്ഞം തീർക്കാൻ പുറത്ത് കളയേണ്ട 5 വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകം ഓർക്കുക, അതിൽ 5ാമത്തേതാണ് നിർബന്ധമായും കളയേണ്ടത്. ബാക്കി 4 വസ്തുക്കളും കളയണോ വേണ്ടയോ എന്നുള്ളത് ഇനി പറയാൻ പോകുന്ന ഡീറ്റെയിൽസ് എല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പുണ്ടെങ്കിൽ അത് കളഞ്ഞാൽ മതി. മാത്രവുമല്ല, ആ 4 വസ്തുക്കൾ കളഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ആ 5 വസ്തുക്കളെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നത് എൻ്റെ ഒരു അസിസ്റ്റൻ്റാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് അദ്ദേഹമാണെങ്കിലും ഞാൻ കൃത്യമായി നോട്ട് ചെയ്ത് കൊടുത്ത കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എനിക്കിവിടെ ഈ ക്ഷേത്രത്തിൽ അത്യാവശ്യം ജോലി തിരക്കുകളൊക്കെ വരുമ്പോൾ ഈ രീതിയാണ് പൊതുവെ അവലംബിക്കാറുള്ളത്. മൈക്ക് അദ്ദേഹത്തിന് കൈമാറുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാള മാസങ്ങളിലെ അവസാനത്തെ മാസമായ കർക്കിടകത്തെക്കുറിച്ചാണ്. കർക്കിടകം മലയാളികൾക്ക് വെറും ഒരു മാസമല്ല, അത് ആത്മീയതയുടെയും ശരീരമാനസിക ശുദ്ധീകരണത്തിൻ്റെയും പ്രകൃതിയോട് ചേർന്ന് നിൽക്കലിൻ്റെയും മാസമാണ്. പഞ്ഞമാസമെന്ന് നാം വിളിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് നമ്മെ തന്നെ നവീകരിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. എന്തുകൊണ്ട് കർക്കിടക മാസം പ്രധാനമാകുന്നു എന്ന് ചോദിച്ചാൽ, കർക്കിടകത്തിൽ കനത്ത മഴയും രോഗങ്ങളും സാധാരണമാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും അടുത്തൊരു വർഷത്തേക്ക് ഊർജ്ജസ്വലരായിരിക്കാനും ഈ മാസത്തിലെ ആചാരങ്ങൾ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ പൂർവികർ ഈ മാസത്തെ ഒരു പരിവർത്തന കാലഘട്ടമായാണ് കണ്ടിരുന്നത്. പഴയത് കളഞ്ഞ് പുതിയതിനെ സ്വീകരിക്കുക എന്നതായിരുന്നു പ്രധാന സന്ദേശം. അടുത്തതായി, ശുദ്ധീകരണം ചെയ്തില്ലെങ്കിലുണ്ടാകാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. കർക്കിടകത്തിൽ നാം ശാരീരികവും മാനസികവും ആത്മീയവുമായ ശുദ്ധീകരണം നടത്തിയില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പല ദോഷങ്ങൾക്കും വഴിവെച്ചേക്കാം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ആരോഗ്യപരമായ ദോഷങ്ങൾ. കർക്കിടകം പൊതുവെ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ഈ സമയത്ത് ശരീരശുദ്ധിക്ക് പ്രാധാന്യം നൽകാതെയും ആയുർവേദ ചിട്ടകൾ പാലിക്കാതെയും ഇരുന്നാൽ രോഗപ്രതിരോധ ശേഷി കുറയും. ഇത് പനി, ചുമ, ജലദോഷം, മറ്റു പകർച്ചവ്യാധികൾ എന്നിവയ്ക്ക് എളുപ്പത്തിൽ ഇരയാകാൻ സാധ്യതയുണ്ട്. ദഹനപ്രശ്നങ്ങൾ. കർക്കിടകത്തിൽ ദഹനശേഷി കുറവായതിനാൽ ചിട്ടയായ ആഹാരരീതി പാലിച്ചില്ലെങ്കിൽ വയറുവേദന, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ശാരീരിക ബുദ്ധിമുട്ടുകൾ. ശരീരത്തിന് വേണ്ട വിശ്രമവും പരിചരണവും നൽകാത്തത് അടുത്തൊരു വർഷത്തേക്ക് ക്ഷീണവും അവശതയും അനുഭവിക്കാൻ കാരണമായേക്കാം.
2. മാനസികവും വൈകാരികവുമായ ദോഷങ്ങൾ. വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെ ശുദ്ധീകരണവും. ഇത് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ, അലങ്കോലമായ ചുറ്റുപാടുകൾ മനസ്സിനെ അസ്വസ്ഥമാക്കും. ഇത് മാനസിക പിരിമുറുക്കത്തിനും നെഗറ്റീവ് ചിന്തകൾക്കും വഴിവെച്ചേക്കാം. സന്തോഷമില്ലായ്മ. വീടിനും മനസ്സിനും ശുദ്ധി വരുത്താതിരിക്കുന്നത് ജീവിതത്തിൽ ഒരുതരം നിസ്സംഗതയും സന്തോഷമില്ലായ്മയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഊർജ്ജക്കുറവ്. മാനസികമായി നവീകരിക്കപ്പെടാത്തത് അടുത്തൊരു വർഷത്തേക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജത്തെ ഇല്ലാതാക്കും. 3. ആത്മീയവും സാമ്പത്തികവുമായ ദോഷങ്ങൾ. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സാമ്പത്തിക നിലയെയും ആത്മീയമായ വളർച്ചയെയും സ്വാധീനിക്കാറുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. വീട്ടിൽ ആവശ്യമില്ലാത്തതും കേടുവന്നതുമായ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് വിശ്വാസം. ഇത് ധനനഷ്ടത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമായേക്കാം. ഐശ്വര്യമില്ലായ്മ. കർക്കിടകത്തിൽ വീടും പരിസരവും ശുദ്ധീകരിച്ച് പ്രാർത്ഥനകൾ നടത്തുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഇത് ചെയ്യാതിരുന്നാൽ വീട്ടിൽ ഐശ്വര്യക്കുറവ് അനുഭവപ്പെടാം. നെഗറ്റീവ് ഊർജ്ജം. വൃത്തിയില്ലാത്ത ചുറ്റുപാടുകൾ നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുകയും അത് വീട്ടിലെ അംഗങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. എന്ത് ചെയ്യണം? കർക്കിടകത്തെ ഒരു ഭീഷണിയായി കാണാതെ ഒരു അവസരമായി കാണുക. വീടും പരിസരവും വൃത്തിയാക്കുക. ആവശ്യമില്ലാത്തതും കേടുവന്നതുമായ വസ്തുക്കൾ ഉപേക്ഷിക്കുക. ശരീരത്തിന് പ്രാധാന്യം നൽകുക. ആയുർവേദ ചികിത്സകൾ, കർക്കിടകക്കഞ്ഞി, ഔഷധക്കഞ്ഞി എന്നിവ ശീലമാക്കുക. മനസ്സിന് ശുദ്ധി നൽകുക. രാമായണ പാരായണം, ധ്യാനം, പ്രാർത്ഥനകൾ എന്നിവയിലൂടെ മനസ്സിനെ ശാന്തമാക്കുക. ഈ കർക്കിടകം ശുദ്ധീകരണത്തിന്റെയും നവീകരണത്തിന്റെയും മാസമാവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞൊരു പുതിയ വർഷത്തിലേക്ക് നിറഞ്ഞ സംതൃപ്തിയോടുകൂടി കടക്കാനാകും. ഇനി അടുത്തതായി കർക്കിടക മാസം 1-ാം തീയതിക്ക് മുൻപ് വീട്ടിൽ നിന്നും ഉറപ്പായും പുറത്തു കളയേണ്ട ആ 5 വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് പറയാം. 1. പഴകിയതും കേടുവന്നതുമായ വസ്തുക്കൾ. വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നതും കേടുവന്നതുമായ വസ്തുക്കൾ നെഗറ്റീവ് ഊർജ്ജം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. പൊട്ടിയ കണ്ണാടി, തകർന്ന ഫർണിച്ചർ, കേടായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കീറിയ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഇവ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാൻ സഹായിക്കും. ഉപയോഗശൂന്യമായി കിടക്കുന്നതും വൃത്തിഹീനമായ വസ്തുക്കൾ വീട്ടിൽ ദാരിദ്ര്യവും രോഗങ്ങളും കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 2. ഉപയോഗിക്കാത്ത മരുന്നുകളും ഔഷധങ്ങളും. പഴയ മരുന്നുകളും കാലഹരണപ്പെട്ട ഔഷധങ്ങളും വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. ഇവ വീട്ടിൽ രോഗങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും എണിച്ചു വരുത്തുമെന്നാണ് വിശ്വാസം. കർക്കിടകം ആയുർവേദ ചികിത്സകൾക്ക് പ്രാധാന്യമുള്ള മാസമാണ്. അതിനാൽ പഴയ മരുന്നുകൾ ഒഴിവാക്കി പുതിയ ഔഷധങ്ങൾക്കും ചികിത്സകൾക്കും ഇടം നൽകുന്നത് ഉത്തമമാണ്. 3. ഉപയോഗിക്കാത്ത പാത്രങ്ങളും അടുക്കള ഉപകരണങ്ങളും. ഉപയോഗിക്കാതെ കിടക്കുന്നതും പൊട്ടിയതുമായ പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കണം. ഇവ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. അടുക്കളയിൽ വൃത്തിയും വെടിപ്പും നിലനിർത്തുന്നത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കും. ഉപയോഗിക്കാതെ കിടക്കുന്നത് വീട്ടിൽ അനാവശ്യമായ ഭാരം കൂട്ടുകയുള്ളൂ. 4. പഴകിയ വസ്ത്രങ്ങൾ. കീറിയതും ഉപയോഗശൂന്യമായതുമായ വസ്ത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം ആകർഷിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ആവശ്യമില്ലാത്തതും പഴകിയതുമായ വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത് വീട്ടിൽ പുതിയ ഊർജ്ജം നിറയ്ക്കാൻ സഹായിക്കും. ദാനം ചെയ്യാൻ കഴിയുന്നവ ദാനം ചെയ്യുക, അല്ലാത്തവ ഒഴിവാക്കുക. 5. പഴയ പുസ്തകങ്ങളും പേപ്പറുകളും. വാങ്ങിവെച്ചിട്ടും വായിക്കാത്ത പുസ്തകങ്ങൾ, പഴയ രേഖകൾ, ആവശ്യമില്ലാത്ത പേപ്പറുകൾ എന്നിവയെല്ലാം വീട്ടിൽ അലങ്കോലമായി കിടക്കാൻ സാധ്യതയുണ്ട്. ഇവയെല്ലാം ക്രമീകരിക്കുകയും ആവശ്യമില്ലാത്തവ ഒഴിവാക്കുകയും ചെയ്യുന്നത് മനസ്സിന് വ്യക്തതയും വീട്ടിൽ ചിട്ടയും കൊണ്ടുവരും. അറിവില്ലായ്മയും ആശയക്കുഴപ്പങ്ങളും അകറ്റാൻ ഇത് സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കർക്കിടക മാസം ഒരു ശുദ്ധീകരണ കാലഘട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. ഭവനവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കുന്നത് അടുത്തൊരു വർഷത്തേക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള വഴിയൊരുക്കുമെന്നാണ് വിശ്വാസം. രാമായണ പാരായണം, കർക്കിടക കഞ്ഞി സേവ, വിവിധതരം ആയുർവേദ ചികിത്സകൾ എന്നിവയെല്ലാം ഈ മാസത്തിലെ പ്രധാന ആചാരങ്ങളാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും ജീവിതത്തിലും പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറയാൻ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. പൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തരിക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.